മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 7 ചാപ്റ്റർ 2 ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഫൈൻഡ് 1/2 ഓഫ് 2 3/4 4 2/9 5/8 ഓഫ് 3 5/6 9 2/3. അതായത് 1/2 ഓഫ് 2 3/4 4 2/9 കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം 1/2 ഓഫ് 2 3/4 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിക്സ്ഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോർമൽ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഇതിനെങ്ങനെ മാറ്റാം? 2 × 4 + 3. 2 × 4 8 ആണ്. 8ലോട്ട് 3 കൂട്ടിയാൽ 11/4 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ വരും? 1/2 ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 1/2 × 11/4 എന്ന് വരും. ഓക്കെ, 1/2 ഓഫ് 2 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 × 2 3/4 ആണ്. അതിനെ മാറ്റുമ്പോൾ 11/4 കിട്ടും. വെട്ടിക്കളയാനൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 4 1 × 11 11 ആണ്. 2 × 4 8 ആണ്. ഫ്രാക്ഷണൽ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 11/8 എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? 11/8 ചെയ്യാം. 11ൽ എത്ര 8 ഉണ്ട്? 1 ഉള്ളൂ. ഒരു 8 8. 11 8 പോയാൽ 3. സോ 1 3/8 എന്ന് വരും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ വരുന്നത് 1/2 ഓഫ് 4 2/9 ഓഫ് ഇൻറ്റു ആവും. 4 2/9 എങ്ങനെ മാറ്റുക? 4 × 9 + 2 36ഉം 2ഉം 38/9 എന്ന് കിട്ടും. 38/9. ഓക്കെ, ദെൻ നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക? 38നെയും 2നെയും കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കട്ട് ചെയ്താണ്ട് നമുക്ക് ചെയ്യാം. 38നെ 2നെയും കട്ട് ചെയ്യുമ്പോൾ 38നെ 2 കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 15ഉം 15ആണ് 30 19 വരും അല്ലേ? ദെൻ 19/9 വരും. കണ്ടോ? 19/9. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. 38നെ 2 കട്ട് ചെയ്യുമ്പോൾ അവിടെ 19 വരും, ഇവിടെ 1 വരും. ദെൻ 1 × 19 19 1 × 9 19/9. ഒരു 9 2 9 18 വരും. ശിഷ്ടം 1 വരും. അപ്പോൾ 2 1/9 2 1/9 2 1/9. അപ്പോൾ 1/2 ഓഫ് 2/3/4 കണ്ടു. 1/2 ഓഫ് 4 2/9 കണ്ടു. ഇനി അടുത്ത് 5/8 ഓഫ് 3 5/6. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 6 3 × 6 + 5 3 18 18 2 23 23/6 വരും. ഓക്കെ, 23/6 വരും. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. 23 × 5 23 × 5 3 5 15 ശിഷ്ടം 1 വരും. 2 5 10 1 11. ഓക്കെ, 115 6 8 48. ഇനി 115നെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 48 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 50 ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. 2ൻ്റെ കുറവല്ലേ ഉള്ളൂ. 2 50 100ആയി. മൂന്നാമത്തെ 50 ഇല്ല. അപ്പം 48 അതേപോലെ തന്നെ 2 എടുക്കുക. 2 48 എടുത്ത് നോക്കി. 1 8 8 2 16 6 ശിഷ്ടം 1. 1 4 4 24 8 1 9. അടുത്തൊരു 48ന് ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പം 2 48 96 വരും. ഇവിടെ 1 ഇങ്ങോട്ട് കടക്കുക. അപ്പോൾ 15ആയി. 15 6 പോയാൽ 9. ഇവിടെ 0 അല്ലേ? ഇവിടുന്ന് 1 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 10 ആവും. 10 1 പോയാൽ 9 പോയാൽ 1 9 6 15 9 1 10 1 11 കണ്ടോ? 19 കിട്ടും. അപ്പോൾ 219/48 എന്ന് കിട്ടും. 219/48 2 19/48. അടുത്ത് 5/8 ഓഫ് 9/23 9 2/3. ആദ്യം 9 2/3നെ മാറ്റണം. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 9 27 29 3 9 27 27ലോട്ട് 2 കൂട്ടിയാൽ 29/3. ഓക്കെ, ഇനി അടുത്തത് 29 × 5 ചെയ്യാം.
9 5 45 5 ഇഷ്ടം 4 വരും. 1 5 10 4 14. 1 8 8 24 145/24 വരും. ഇനി 145നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 14 24 ഇല്ല. അപ്പോൾ 145ൽ തന്നെ എത്ര 24 ഉണ്ട് നോക്കണം. ഓക്കെ, 20 വെച്ച് നോക്കിയേ. 7 20 വരുമ്പോൾ 140 ആവും. 7 20 വരുമ്പോൾ 140 ആവും. പിന്നെ ഒരു 5ൻ്റെ കുറവുള്ളൂ അല്ലേ. 7 20 വരുമ്പോൾ 140 ആവും. പിന്നെ 7 4 വരുമ്പോൾ 14. അപ്പോൾ 140ഉം 14 154 വരും. അപ്പോൾ 7 ഉണ്ടാവില്ല, 6 ചാൻസ് ഉള്ളൂ. അപ്പോൾ 24 × 6. 6 4 24ക്ക് 4 ശിഷ്ടൻ 2 വരും. 6 6 12 13 14 കണ്ടോ. എങ്ങനെയാണ് ഞാൻ 7 വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 20 എടുക്കുക. 20 × 7 എത്രയാ? 140 ആണ്. 20 × 7 എത്രയാണ്? 140 ആണ്. പിന്നെ 4 അല്ലേ, 4 × 7 14 ആണ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ 154. ഇവിടെ 145 ഉള്ളൂ. അപ്പോൾ 7 ഉണ്ടാവില്ല, 6 വെച്ചൊന്ന് നോക്കി. ഓക്കെ, അപ്പോൾ 24 6 4 24ക്ക് 4 ഇഷ്ടം 2 വരും. 1 6 12 13 14 144 വരും. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 144 വരും, ഇവിടെ ശിഷ്ടം 1 വരും. അപ്പോൾ 2 1/24. സോറി 2 അല്ല 6 അല്ലേ, 6 അല്ലേ, 24 × 6 അല്ലേ, 6 1/24 വരും. 6 1/24 വരും.